ഒരൊറ്റ ഷോർട്ട് ഫിലിം കൊണ്ട് നാഷണൽ ലെവൽ റെക്കഗ്നീഷൻ കിട്ടുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല സാമുവൽ. എങ്ങനെയാണ് താങ്കൾ ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത്? ഇതിലങ്ങനെ ചെറുതോ വലുതോ എന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എൻ്റെ കഴിവിന് പരമാവധി അങ്ങ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതെ, ഇത്ര വിനയപൂർവമായി താങ്കൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? വിനീത് ശ്രീനിവാസന്റെ ആരെങ്കിലും ആണോ താങ്കൾ? സത്യം. ശരിക്കും താങ്കൾ ഇതുവരെ ജീവിതത്തിൽ ആരുടെ കൂടെയെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ദേഷ്യം ഒക്കെ വരാറുണ്ട്, പക്ഷേ അതങ്ങനെ പുറത്ത് കാണിക്കാറില്ല. കാരണം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കട്ടി നമ്മൊന്നുകൂടെ എടുക്കാം. എനിക്ക് വയ്യ. എടാ, സ്വന്തമായിട്ട് ഇന്റർവ്യൂ എടുത്ത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? എടാ, ഒറ്റ ഷോർട്ട് ഫിലിം മാത്രം വെച്ചോണ്ടിരിക്കുന്ന എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ നിന്റെ തന്ത വരും. എടാ, എന്നാ പിന്നെ നിനക്ക് എന്നെ സ്വന്തമായിട്ട് സംവിധാനം ചെയ്ത് ഡയറക്ട് ചെയ്ത് അതിനകത്ത് അഭിനയിച്ചുണ്ട്. എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എഴുതി സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ അത് അവൻ പറയുന്നതിന് മുമ്പേ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അരവിന്ദ് ഒക്കെ ഉണ്ട്. ആദ്യം ഇത് നീ വെച്ചോണ്ട് നീ ആദ്യം കസേര എടുത്ത് ഇങ്ങോട്ട് വെച്ചി. സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാൽ അവന് പെട്ടി കിടക്കണം. ഇതാണ് അവന്റെ സ്വഭാവം. അല്ലെ സാമൽ, ഒന്ന് ഗെയിം നിർത്തോ? ഒന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോണു. സിനിമ ഉണ്ടാക്കത്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് വിട്. ഡയറക്ടർ ആര്? ഞാൻ ഡയറക്ട് ചെയ്യും. സ്ക്രിപ്റ്റോ? ഞാൻ എഴുതും. എഡിറ്റിംഗ് നീ ചെയ്താൽ പോരെ? ഞാൻ ചെയ്യാം. ഇത് 2 ദിവസം നീ മാറിയിക്കേ. ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യാന്ന്. അഫ്കോഴ്സ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ ഈ കാര്യങ്ങളിലൊക്കെ. പക്ഷെ നിനക്ക് അതിനുള്ള കഴിവുണ്ട്. എന്റെ കഴിവ് പുറത്തെടുക്കാൻ വേണ്ടി എന്റെ കഴിവ് ഞാൻ പുറത്തെടുക്കില്ല. ഇപ്പൊ മോൻ ഹാപ്പി ആയില്ലേ? ഹാപ്പി. അങ്ങനെ വേണം. എന്തൊക്കെ പറഞ്ഞാലും അവൻ നല്ലവനാ. പ്രൊഡ്യൂസർ ആരാന്ന് പറഞ്ഞ? പ്രൊഡ്യൂസർ ഒന്നുമില്ല, ബക്കറ്റ് വരുവാണ്. ബക്കറ്റ് വരുവാ. സ്ക്രിപ്റ്റ് എന്തായി? സ്ക്രിപ്റ്റ് എഴുതാം. നിനക്കൊന്നും പറയാനില്ല. എനിക്ക് എന്നെ പണി ജസ്റ്റ് ക്യാമറ പിടിക്കുക മാത്രമാണ്. പിന്നെ ഞാനിത് എന്തിനു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാമുവലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്.
അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പിന്നെ അവ ഓരോ സ്ഥലത്തും പോയി അലമുണ്ടാക്കണതാണ് നല്ല രസമാണ്. Suggest story ideas that can be shot in a room. Here are a few story ideas that can be shot entirely in a single room. Suggest performance-driven film ideas. Here are some performance-driven story ideas. Story ideas with 2 or more characters. Here are a few story ideas that can be told with only 2 or 3 characters. അത് കൊള്ളാം. ഓക്കെ, കഥ കിട്ടി. ഇനി റൈറ്റ് മലയാളം സ്ക്രീൻ പ്ലേ ഫോർ മീ. തെണ്ടി എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ഭാഗ്യത്തിന് ഈ AI-ക്കൊന്നും ഇവിടെ ഒന്നിരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ കേട്ടേനെ. ഈ ഋഷികേശ് നമ്മുടെ ആർട്ട് ഡയറക്ടറാണ്. കൈ കിട്ടുന്ന ചപ്പും ചവറും ഒക്കെ എടുത്ത് അവന് പണിയെടുക്കും. സംഭവം കില്ലാടിയാണ്. പക്ഷെ അവന് 5-ന്റെ പൈസ കൊടുക്കണ്ട. എടാ ഇതിന്റെ ലൊക്കേഷൻ സെറ്റായോ? ലൊക്കേഷൻ എൻ്റെ ഫ്രണ്ട് വീടാണ്. ഓക്കെ, അപ്പം സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ വന്ന് സെറ്റ് ചെയ്താൽ മാത്രം പോരെ? സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ കഥയോ? കഥയായിട്ടില്ല. ഓ, കഥയാവുന്നതിന് മുമ്പേ ലൊക്കേഷൻ സെറ്റായോ? സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് കഥയാണെങ്കിലും നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുള്ളൂ. ഇത്രയ്ക്ക് ദാരിദ്ര്യമാടേ. അതെ. അപ്പൊ ശരിയെന്നാ, ലൊക്കേഷനൊക്കെ സെറ്റ് ആയിട്ട് ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് എന്നെ വിളിച്ച് അറിയിക്കി. ഞാൻ വന്ന് നേരത്തെ സെറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാം. ഓ. അതുപോലെ ഈ സാധനം എപ്പോഴും ഓണാണ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഷോർട്ട് ഫിലിം എടുക്കുന്ന അത്ര വലിയ ചെറിയ കാര്യമൊന്നും അല്ല. ഞാൻ ഈ പരിപാടിയൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അതുപോലെ ഈ പുതിയ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവുമെന്ന്. ശരി, അവന് വട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നത് ഡോക്യുമെന്ററി ആക്കുമോ? പിന്നെ കല്യാണ വീഡിയോ വരെ ഡോക്യുമെന്ററി ആക്കുന്ന കാലമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മളാരും ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ. ശ്യാമ സാർ സ്ക്രിപ്റ്റ് ചെയ്തോ? ഒന്നുമില്ലേ കൊതു ഇങ്ങനെ കാണാം ആൾക്കാരൊന്നും. നിങ്ങളെപ്പറ്റി ഇത് സൂരജ് ചെയ്ത ദേവിക, എന്റെ പടത്തിലെ നായകനും നായിക. നായകനോ? അവരോട് നായകൻ അല്ല, പുള്ളിയാണ് നായകൻ. നീയാണ് നായകൻ എന്ന് പറഞ്ഞു? ഞാൻ നായകനല്ല, ഇതിലെ വില്ലനാണ് ഞാൻ. വില്ലൻ? അതെ, ഈ സിനിമയിൽ ഞാൻ നായകനല്ല. എനിക്ക് ഒരു കഥയിൽ എനിക്ക് നായകൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഈഗോ ഒന്നും എനിക്കില്ല. കാരണം ഇതിനകത്ത് വില്ലനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുള്ളത്. നായകനോടെ സൈഡിൽ ചുമ്മാ കുത്തിയിരിക്കുകയാണ്. സാർ കഥ എന്താണെന്ന് പറഞ്ഞില്ല. കഥ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ട്രെയിൻ ചെയ്യണം. സൂരജ് ഇതിന്റെ മുമ്പ് എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. സൂരജ് എന്റെ കഥയിൽ എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരോടും കൂടെയാണ്. നിങ്ങൾ ഇവിടെ വരുന്നതിന്റെ മുമ്പ് വലിയ നടിയും നടനൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഡോറ് തുറന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒന്നുമല്ല. കാരണം നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ വെറും സ്റ്റുഡൻസ് ആണ്. സാമുൽ സാറ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എനിക്ക് ചെറിയ പേടിയുണ്ട്. നിങ്ങൾക്ക് നവരസങ്ങൾ ചെയ്തു കാണിക്കാൻ അറിയാം? ഞാൻ എൻ്റെ ആക്ടർ പോർട്ട്ഫോളിയോ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ഫിലിം എനിക്ക് വന്ന. പിന്നെ ഇയാളുടെ ക്ലാസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് ഈ നവരസത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ പരിപാടി ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടെന്താ, ഞാൻ കാണിച്ചു തരാം.
ആദ്യം ശൃംഗാരം, പിന്നെ കരുണം, പിന്നെ വീരം, പിന്നെ രൗദ്രം, പിന്നെ ഹാസ്യം, പിന്നെ ഭയാനകം, പിന്നെ ബീഭത്സം, പിന്നെ അത്ഭുതം, പിന്നെ ശാന്തം. ഈ നവരസങ്ങളൊക്കെ ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്ത് കാര്യം, ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാൻ അവസരം തന്നാലല്ലേ ഇതൊക്കെ നീ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസ് ആണെന്ന് ഒരു കാര്യം പറഞ്ഞത്, ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ അവർ നല്ലൊരു ആക്ടറാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് അവരുടെ കണ്ണിൽ നോക്കണം. പക്ഷെ ഈ പ്രണവ് മോഹൻലാലും മിനി ശ്രീനിവാസനൊക്കെ പറയുന്ന പോലെ കണ്ണിൽ നോക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ഉണ്ടോ ഗേൾ ഫ്രണ്ട് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ മാൻ. പുള്ളി പറഞ്ഞ നേരെ, എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേറെ ബോയ് ഫ്രണ്ടുള്ള കാര്യം അവളുടെ കണ്ണു നോക്കി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കരച്ചിൽ അഭിനയിക്കുമ്പോൾ കണ്ണീര് വരാൻ എത്ര സമയം എടുക്കും? ഗ്ലിസറിനൊക്കെ ആർക്ക് വേണം സൂരജ്? നിങ്ങളെ പോലുള്ള ഈ പ്രൊഫഷണൽ ആക്ടേഴ്സിന് ചിലപ്പം ഗ്ലിസറിനൊക്കെ ആവശ്യം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ പോലുള്ള നാച്ചുറൽ ആക്ടേഴ്സിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്കൂ, കാണിച്ചു തരാം. റിയലി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടേ ഇല്ല. വിക്സ് പറ വിക്സ് ഞാൻ കണ്ടില്ല. നോക്കുന്നില്ല, ഞാൻ നേരത്തെ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമാണ് ലൂണ. അതിനകത്ത് എല്ലാവരും കണ്ടിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്ന്. പക്ഷെ അതിനകത്ത് ആ കണ്ണ് കണ്ടാൽ മനസ്സിലാവും അതത്ര എളുപ്പമല്ല. ഇനി ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളൊരു ത്രില്ല് ഇനി അവൻ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. എഴുതി വെച്ച ജീവിതം ഇനി ഒരു ഫീലും ഇല്ലാതെ അവൻ ജീവിച്ചു തീർക്കണം. ശരിക്കും ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റ് കൊള്ളാം, പക്ഷെ ഒരു പ്ലോട്ട് ഹോൾ ഉണ്ട്. കത്തിച്ചു കളഞ്ഞാൽ എഴുതി വെച്ചത് സംഭവിക്കില്ല. 2-2.5 കൊല്ലം ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ട് വീണ്ടും വീണ്ടും എത്താൻ എനിക്ക് വട്ടൊന്നുമില്ല. എന്തോടെ വണ്ടി കച്ചവടം. ഞാൻ ചോദിക്കാൻ പറ്റുമോ, എന്റെ ഓഡിഷൻ എന്തായി? നീയാ താമസിച്ചപ്പോ ഞാൻ കരുതി വരത്തില്ല. ഇതാണ് എന്റെ കൂട്ടുകാരൻ നെവിൻ. നമ്മൾ അവന്റെ വീട്ടിലെ ഷോർട്ട് ഫിലിം എടുക്കാൻ പോണേ. നമ്മുടെ ആർട്ട് ഡയറക്ടർ ഋഷികേഷ് നേരത്തെ വന്നതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അവൻ വന്നു 2 മിനിറ്റ് അവിടെ ഇവിടെയൊക്കെ നോക്കി, എന്നിട്ട് ആ പേപ്പർ എടുത്ത് ആയിട്ട് വെച്ചിട്ട് ഒരു പോക്കങ്ങ് പോയി.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഋഷിയെക്കുറിച്ച്. എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്, അതാണ് ഋഷി. കണ്ടില്ലേ 2 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാക്കിയെന്നേ. ഇതാരും വരണം മിസ്റ്റർ ഭരത്. നമസ്കാരം. ഇതാണ് നമ്മുടെ DOP ഭരത് തന്നെ. ഇതാണ് എവന്റെ വീടാണിത്. ഇതാണ് നെവിൻ. ഓക്കെ നിവിൻ. പിന്നെ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ. ക്യാമറ ഇതാളിയാ കോമഡി ക്യാമറ കളിയാ കുട്ടാ. ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. അളിയ നീ ടെൻഷൻ ആവാതെ ഞാനിരിക്കണേ. നമുക്ക് ഇതിൽ തന്നെ എടുക്കാം. നമ്മൾ ക്യാമറ എടുക്കണമെങ്കിൽ റെന്റ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇത് മതിയടാ. നീ ഏത് ഷോട്ട് എടുക്കണമെന്ന് പറ. ടെൻഷനൊന്നുമില്ല. നമുക്ക് ഫോണിലും നല്ല കോളേജിലൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ CU സൂണൊക്കെ ഫോണിലല്ലേ എടുത്തേ. ഇതാരാ? വരൂ. ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ്? എപ്പോഴും ഒരുമിച്ചാണല്ലോ. നമ്മളെന്തിനാ ചിരിക്കുന്നത്? സാർ ഇതുവരെ കഥ പറഞ്ഞില്ല. കഥ പോലെ തുടങ്ങിയതാണോ ഷൂട്ടിന് വന്നത്? ഇവനെ പിടിച്ചിരുത്താനേ ഒരാൾ വേണം. ഇല്ലെങ്കിൽ എവിടുന്നാ വടി കൊണ്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അളിയന്റെ കണ്ണന്തിരി മാറ്റി വെച്ചാൽ ആതൊരു പാവണോ, പക്ഷെ അവനല്ലേ മാറ്റി വെക്കൂല. ഇതിൽ ഞാൻ സൂരജിന്റെ ചേട്ടനാണ്. 12 വർഷത്തിന് ശേഷം ജയിലിൽ നിന്നിറങ്ങി വീടും സ്ഥലവും തിരികെ ചോദിക്കാൻ വരികയാണ് ഞാൻ. പക്ഷേ ഇത്രയും കാലം അനിയനും വൈഫും ആണ് വീടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോ അവർക്ക് നമ്മളെവിടെ നിർത്തിയേ? അപ്പോ അവർക്കിത് തിരികെ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോ ഇതിന്റെ മെയിൻ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ചേട്ടനും അനിയനും തമ്മിലുള്ള ഇന്റൻസ് കോൺവെർസേഷൻ ആണ്. ഇതിൽ ദേവിക സൂരജിന്റെ വൈഫാണ്. നല്ലോണം പെർഫോം ചെയ്യാനൊക്കെ ഉണ്ട്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. ഒന്നില്ലെങ്കിൽ നായികന്റെ ഗേൾഫ്രണ്ടായി സൈഡിൽ നിൽക്കണം, ഇല്ലെങ്കിൽ എന്താ ഭാര്യയായിട്ട് അടുക്കളയിൽ പോയി ചായയും കൊടുത്ത് തിരിച്ച് പിന്നെയും ബാക്കിലേക്ക് പോകണം. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ സിനിമയിലെയും നായിക ഒരിക്കലും നായികന് ചായ കൊണ്ട് വെച്ചിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമാകരുത്. ദേവിക ചായ ടീപ്പോയിൽ വെച്ച് തിരികെ പോകരുത്. ഇവിടെ തന്നെ ഇരിക്കണം. വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ എനിക്ക് ഡയലോഗ്സ് ഒന്നും ഇല്ലേ? ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അല്ല, അപ്പൊ ക്ലൈമാക്സ് എന്താണെന്ന് പറഞ്ഞില്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കഥയായതുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ടൊക്കിയ. പക്ഷേ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ടെക്നീക്ക് എനിക്കറിയാം. അവസാനം ഞാൻ ഈ തോക്കെടുത്തിട്ട് സൂരജിനെ വെടിവെച്ച് കൊല്ലും. ക്യൂരിയോസിറ്റി ഒന്നില്ലേ? അവിടെ നമ്മൾ സെക്കൻഡ് പാർട്ട് കമ്മിങ് സൂൺ എന്ന് കാണിക്കും. കാര്യം എന്ന് പറയുമ്പോൾ ഈ ടെക്നീക്ക് അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്താ ഇത് വർക്കാവും. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. ഞാനാണ് ആക്ഷൻ. ഈ വീട് പണിഞ്ഞത് ഞാനാണ്. ഇത്രയും നാളും പൊന്നുപോലൊക്കെ ഞങ്ങളാണ്. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാജീവ. ഞാൻ നിങ്ങളുടെ അനിയനാണ് ചേട്ടാ. Wow, man. What a shot. കൊള്ളാം. താങ്ക്സ്. നീയല്ല ഞാൻ.
നന്നായിട്ട് ചെയ്തതിന് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട എൻ്റെ പെർഫോമൻസ്. അച്ഛൻ എന്തുമാത്രം തെണ്ടി കടന്നിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു. അച്ഛൻ ചേട്ടനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുണ്ടാവാം. കാരണം അച്ഛനും തണ്ടി മോനും തണ്ടി. നമ്മൾ ശരിക്കും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഞാനാണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തത്. അത് അയാളുടെ മുഖത്തിരിക്കുക കാണായിരുന്നു. ദേവി ഡയലോഗ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ. ഞാൻ ദേവികയെ എന്തിനാ സൂരജിന്റെ കൂടെ ഫ്രെയിമിൽ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? അവനാണെങ്കിൽ ഒട്ടും സ്ക്രീൻ പ്രസൻസ് ഇല്ല. അവനുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രെയിം മൊത്തം ഉണ്ടല്ല. എന്താ ദേവി ഉള്ളപ്പോൾ എന്താ ഫ്രെയിം മൊത്തം കളറല്ലേ? അവനാണെങ്കിൽ ഒട്ടും അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അവൻ ഈ എന്തോന്ന് ഒരുമാതിരി കാളാമറന്ന പോലെ ഒരുമാതിരി ഡയലോഗും പറഞ്ഞ് അവനെയൊക്കെ ആരും അഭിനയിക്കെടുത്ത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ഫീൽഡ് ശരിയല്ലെന്ന്. പവർ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമെന്ന്. ഞാൻ കേട്ടില്ല. പണ്ടച്ഛൻ ഈ സ്ഥലത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അത് നീ ചെറുതായിരുന്നു, ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ ഈ പോക്കിലിട്ടോണ്ട് നടന്നെ. നമ്മളെല്ലാം ഈ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അച്ഛനോടൊരു കാര്യം പറഞ്ഞു. അച്ഛാ, നമുക്കൊരു ചായയും വടയും കഴിക്കാം. അച്ഛൻ്റെ ചായക്ക് മാത്രമുള്ള പൈസ ഉള്ളായിരുന്നു. നമ്മളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. ഇറങ്ങാൻ നേരം അച്ഛൻ ഒരാളുടെ കയ്യിൽ നിന്ന് വടയും തട്ടിപ്പിടിച്ചോണ്ട് ഓടി. കൂടെ ഞാനും ഓടി. പോക്കറ്റിൽ നീ ഇത്രയും കിഡ്നി ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഇവനെ കണ്ടേ സാധിക്കും. വാവ്. നീ ആക്ഷൻ വിളിക്കാതെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ ഈ പെർഫോം ചെയ്തൊന്നും എടുത്തില്ലേ. നീ ആക്ഷൻ വിളിക്കാതെ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു ഡയറക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തു. ചേട്ടായിട്ട് കുറെ നേരമല്ലോ തുടങ്ങിയിട്ട് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, ഇതെങ്ങനെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം അപ്പോഴേക്കാ മാതിരി. ശരിക്കും തന്നെ മിസ്റ്റേക്ക് അല്ല. ഡയറക്ടർ ആക്ഷൻ വിളിച്ചാലേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം ആക്ഷൻ വിളിച്ചില്ല. അവസാനം നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർത്ത്. ഇപ്പം സാധനം കിട്ടിയിട്ടുണ്ട്. ഹലോ, ഡ്യൂൺ 3 എപ്പോൾ റിലീസ് ചെയ്യും? ഡ്യൂൺ 3 സിദ്ധാർത്ഥ് നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. അവൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എടാ, ഞാൻ നിന്റെ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു. അല്ല, നീ എന്തുവാണ് എടുത്തു വെച്ചേക്കണ അതില്? സംഭവം എന്ന് പറഞ്ഞാൽ ഇതെന്റെ പ്രശ്നമല്ല, പിന്നെ നമ്മുടെ ഭരത്തിന്റെ പ്രശ്നമാണ്. അവന്റെ കയ്യിൽ നിന്ന് 12 മിനിറ്റ് ഫുട്ടേജ് കളഞ്ഞു. അതുകൊണ്ടുണ്ടെങ്കിൽ സാധനം കിടക്കിയേനെ. നീ അയച്ച ഫുട്ടേജ് തന്നെ കണ്ടു തീർക്കാനുള്ള പാട് എനിക്കറിയാം. അപ്പോഴാണ് 12 മിനിറ്റ്സ് ഫുട്ടേജ്. സിദ്ധാർത്ഥേ, എന്റെ ഒരു അഭിപ്രായത്തിൽ നിന്റെ മ്യൂസിക് കൂടെ ഉണ്ടെങ്കിൽ സാധനം വേറെ ലെവലാ. എടാ, അത് തന്നെയാണ് പ്രശ്നം. നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നീ ഒന്ന് ട്രൈ ചെയ്യടാ. എനിക്ക് ട്രൈ ആക്കണ്ടോ? സിദ്ധാർത്ഥേ, പ്രേക്ഷകരുടെ സിനിമ അഭിരുചിയെ മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കണം ഒരു സംവിധായകൻ സിനിമ സംവിധാനം ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കരുത്. ഞാൻ ഇനിയും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളെ ഞാൻ ചെയ്യുള്ളൂ. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. അത് നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. പക്ഷെ ഞാൻ എന്തായാലും ഈ പരിപാടിക്കില്ല. അങ്ങനെ പറഞ്ഞുകൂടാ. അഹങ്കാരി. അതിലും അവൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക് എടുത്തിട്ടോളാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ കൊല്ലാനാ വന്നെന്ന് മനസ്സിലായില്ലെങ്കിൽ നീ ഒരു മണ്ടനാ.
സാറേ ഞാൻ പറയണമെന്ന് കേക്ക് സാറേ. സംഭവം എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ് ഫുട്ടേജ് കളഞ്ഞു പോയി. നമ്മൾ ക്യാമറ അങ്ങോട്ട് കളഞ്ഞു സാറേ. അയ്യോ, അല്ലെങ്കിൽ ഉഗ്രം സാധനം. എൻ്റെ പെർഫോമൻസ് ഒക്കെ സാറ് കാണണം. കിടക്കാച്ച ഐറ്റം. സാറേ ഒരു മിനിറ്റ് ഞാൻ അപ്പം വിളിക്കാം. നീ വാടാ. സൂരജിനെ എനിക്ക് ഇതിനിടയിൽ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സാറിനെ പോലെ എനിക്ക് പറ്റുമല്ലോ ആക്ട് ചെയ്യാൻ. നീ ഒന്നുകൂടെ ജനിക്കണം. പക്ഷേ നീ നല്ലോണം പരിശ്രമിച്ച നീ അടുത്ത മഹേഷ് ബാബു കൂടാ മോനെ. കീപ് ട്രൈങ്. അവനെയും കുറ്റം പറയാൻ പറ്റില്ലെന്നേ. വലുതായിരിക്കുമ്പോഴല്ലേ ചെറുതെങ്കിലും കിട്ടുക. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരും. അന്നേരം ആ പ്രീമിയറിന് നിങ്ങളെല്ലാവരും വരണം. കാരണം ഈ പ്രീമിയറിന് ഒരു തെണ്ടികളും വന്നിട്ടില്ല. ഓക്കെ, ഇത് അങ്ങോട്ട് അഴിച്ചേ. സാധനം ഞാൻ അങ്ങോട്ട് എണീക്കട്ടെ. ഒന്ന് അനങ്ങി ഒന്ന് കഴിക്കടോ. എടാ, ഇത് ഭയങ്കര ക്രിഞ്ചാണ്. ഇതൊന്നും വർക്കാവില്ല. എടാ, നീ കണ്ടന്റ് നോക്കാതെ എൻ്റെ പെർഫോമൻസ് മാത്രം നോക്ക്. പെർഫോമൻസ് കാണിക്കാനാണ് മെയിനായിട്ട് ഇത് എടുത്തത്. നീ നവരസമൊക്കെ ഇട്ട് മുക്കണാണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ? എടാ, ഇപ്പം അവാർഡ്സിന് അയച്ചു കൊടുക്കാനാണ് പ്ലാൻ. ഇത് അവാർഡ്സിന് അയച്ചു കൊടുക്കാനാ? ഇത് ഈ ഫീൽഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡാനിയലിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എടാ, എൻ്റെ പെർഫോമൻസ് നോക്ക്. എടാ, നീ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിനക്ക് അവാർഡ് വേണമെങ്കിൽ നീ മുഖത്ത് കരിയൊക്കെ വാരി തേച്ച് ഒരു നടക്കണ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി വേറൊരാളാവണം കംപ്ലീറ്റ്ലി. എന്നാൽ പിന്നെ നിനക്ക് ക്രിഞ്ചായിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല, അവാർഡ് കിട്ടും. എടാ, അത് വിട്. നിനക്ക് ഇതൊന്ന് ഡയറക്ടറിനെ കാണിച്ചിട്ട് ഒരു റോൾ ഒപ്പിച്ച് തരാൻ പറ്റില്ലേ? ഞാൻ നോക്കാം. പക്ഷെ നീ പ്രതീക്ഷ വയ്ക്കണ്ട. നീ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കുന്നത് നല്ലതായിരിക്കും. വിഘ്നേഷ്, നല്ലൊരു ജോലി ഉണ്ടായിരുന്നായിരുന്നു എനിക്ക്. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പുറകിലിറങ്ങി. വർഷങ്ങളായി. വിഘ്നേഷ് ഈ മോക്യുമെൻ്ററി കണ്ടതല്ലേ? സാമുവൽ വീണ 4 കാലേ വീഴത്തുള്ളൂ. അവൻ എന്ത് ചെയ്യാനും റെഡിയാ. പക്ഷെ അതുപോലല്ല ഞാൻ. എനിക്ക് ആകെ അറിയാവുന്ന പണി ഇതാ. ഞാനിത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതുപോലെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യണം. ജൂറിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓഡിയൻസിന് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരിയെന്നാ. എടാ, നീ വിഷമിക്കാതിരി, നടക്കും.